സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടൊഴിച്ച് മറ്റ് രാജ്യങ്ങൾ സന്ദർശിച്ചവർ എത്ര ആൾക്കാരുണ്ടാവും? വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. കുറച്ച് ആൾക്കാരൊക്കെ വിദേശ രാജ്യത്ത് പോയിട്ടുണ്ടാവും. അതൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ 2-3 രാജ്യത്തേക്ക് അത് ജോലി സംബന്ധമായിട്ട് പോവുകയാണ്. അല്ലാണ്ടൊരു ട്രാവൽ ടൂറെന്ന നിലയ്ക്ക് പോകുന്നവർ വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവാണ്. നിങ്ങളുടെ വീട്ടിൽ തന്നെ എടുത്തു നോക്കുക. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാവും. എന്തിനേറെ സ്വന്തം ജില്ല വിട്ടു പോയിട്ടുള്ളവർ തന്നെ വളരെ കുറവാണ്. കേരളം വിട്ടു പോയിട്ടുള്ളവർ വളരെ കുറവാണ്. ഇത്തരം ഒരവസ്ഥയിലാണ് മനോഹരമായിട്ടുള്ള ലോകം മുഴുവൻ സഞ്ചരിക്കുവാനുള്ള ഒരു ഫ്രീ വഴി ഒരുങ്ങുന്നത്. ഞാൻ ഫ്രീ ആയിട്ട് സഞ്ചരിച്ച വഴികൾ എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം. അതിനുശേഷം ബാക്കി പറയാം. ഞാനിപ്പോൾ ഉള്ളത് ബാർസലോണയിലാണ്. നല്ല ക്ലൈമറ്റാണ്. ഒരു ബീച്ച് സൈഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കുറേ ആൾക്കാർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒറ്റയ്ക്കാണ് എൻ്റെ യാത്ര. കണ്ടില്ലേ, അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ വളരെ സമാധാനപ്രിയരാണെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ എല്ലാവരും അവൻ്റെ കൂടുതൽ മൈൻഡൊന്നും ചെയ്യുന്നില്ല. ഞാനതൊക്കെ സാഹൂതം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാർസലോണ എന്ന ഒരു നഗരത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ചരിത്രപരമായിട്ടൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമൊക്കെയാണ്. എന്തോ സിനിമയുടെ ഷൂട്ടോ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. അവർ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലും ചെയ്യുന്നില്ല കേട്ടോ. അതെ, ഹലോ. അപ്പോൾ ഇതാണ് കണ്ടില്ലേ, ബീച്ചിലൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ രസിച്ച് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടോയ്ലറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കണക്കല്ല, ഇവിടെ ഒളിഞ്ഞോട്ടങ്ങളൊക്കെ വളരെ കുറവാണ്. എല്ലാവരും അവരവരുടെ ലോകത്ത് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ ഒന്നും മറ്റ് വാഹനങ്ങൾക്കൊന്നും കയറാൻ പറ്റില്ല. പെഡസ്ട്രിയൻസിന് മാത്രം ഇൻവോൾവ് ആകാൻ പറ്റിയ സ്ഥലമാണ്. നെറ്റ്ഫ്ലിക്സിലെ ഈ മണി ഹേസ്റ്റ് കണ്ടു തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഇവിടെ എത്തണമെന്നൊരു ആഗ്രഹമായിരുന്നു. ഹെലൻസ്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അതിനകത്ത് ഓരോ കഥാപാത്രങ്ങൾക്കും ബെർലിൻ, ഹെലൻസ്കി എന്ന പേരൊക്കെ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ പേരാണ് ഹെലൻസ്കി. രസമുള്ള പേരാണ്. പക്ഷേ ഒരു സ്റ്റേറ്റ്, ഒരു രാജ്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ഞാനിപ്പോൾ ഉള്ളത് ഹെലൻസ്കിയിലാണ്. വളരെ നീറ്റ് റോഡുകളാണ്. ആൾക്കാരൊക്കെ കൂടുതലും ബ്ലാക്ക് കോട്ടും ഗൗണും ഒക്കെ. നല്ല തണുപ്പുള്ള രാജ്യമാണ്. കണ്ടില്ലേ, ഞാനും ഒരു കോട്ട് ധരിച്ചിട്ടുണ്ട്. രസകരമായിട്ടുള്ളൊരു സ്ഥലത്തൂടെയാണ് എൻ്റെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ നാട്ടുകാരല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വലിയ മൈൻഡൊന്നും ആൾക്കാർക്കില്ല. ഇത്രയ്ക്ക് നീറ്റായിട്ടുള്ള ഒരു സ്ട്രീറ്റ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെയല്ല, ഒരു അഴുക്ക് പോലും നമുക്ക് വഴിയിലെങ്കിലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹെലൻസ്കിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. തൽക്കാലം നിങ്ങൾ ഇതൊന്ന് ആസ്വദിക്കുക, എൻ്റെ യാത്രയൊന്ന് ആസ്വദിക്കുക. എനിക്ക് ഇവരോട് അത്ര നടന്നു നീങ്ങാൻ പറ്റില്ല. നല്ല ഹൈറ്റുള്ള ആൾക്കാരാണ്. ഞാനിപ്പോൾ ഉള്ളത് ബെയ്ജിങ്ങിലാണ്. എൻ്റെ ക്യാമറ ഫോൺ അത്ര നല്ലതല്ല. അറിയാലോ, ചൈനയും ബെയ്ജിങ്ങിലാണ്. ചൈന ഫോണാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റിക്ക് എത്രയേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ നാട് മുഴുവൻ ചൈനക്കാരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ചൈനയിലുള്ള യാത്ര വളരെ മനോഹരമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ്. വാഹനങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരു ചൈന ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ബെയ്ജിങ്ങിൻ്റെ ഒരു സ്ട്രീറ്റിലൂടെ എൻ്റെ യാത്രയാണ്. പെൺകുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നത്, ജോലിക്ക് വന്നിട്ടാണ്. മഴ ചിക്കാഗോയിലായാലും നമ്മുടെ എറണാകുളത്തായാലും ഒരേണക്കാണ്. നല്ല തണുപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് ചിക്കാഗോയിലെ തണുപ്പ് ഒറിജിനൽ വല്ലാത്ത തണുപ്പാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഇങ്ങനെ കൊടയും ചൂടി പോവുകയാണ്. സമയം ഇപ്പോൾ ഇവിടുത്തെ ഒരു അമേരിക്കൻ ടൈം അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു 7:30 ആയിട്ടുണ്ട്. വണ്ടിയൊക്കെ പോകുമ്പോൾ വല്ലാത്ത തണുപ്പാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ കുടയിൽ നിർത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കണക്ക് തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ട് വന്നൊരു മഴയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് മഴ ആരും പ്രതീക്ഷിച്ചിട്ടില്ല തോന്നുന്നത്. എന്തായാലും എൻ്റെ കയ്യിൽ ഒരു കുട ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിങ്ങനെ പതുക്കെ ഒരു സീറ്റ് വാക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഒരു അണ്ടർഗ്രൗണ്ട് പോലൊരു സ്ഥലമാണ്. എന്തായാലും ഇതാണ് വെർച്വൽ വെക്കേഷൻ. നമുക്ക് നമ്മുടെ ഈ ജീവിതകാലത്തിൽ ആയുസ്സിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ലോകമൊന്നും സന്ദർശിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് ഭയങ്കര രസകരമാണ്. നിങ്ങൾക്ക് കാൽനടയായിട്ട് വിമാനത്തിൻ്റെ വ്യൂ പോയിന്റിൽ അല്ലെങ്കിൽ കാറിൽ പോകുന്ന വ്യൂ പോയിന്റിൽ ഒക്കെ നിങ്ങൾക്ക് രാജ്യങ്ങളെ കാണാൻ പറ്റും. നിങ്ങളാണ് യാത്ര ചെയ്യുന്ന മൂഡിലേക്ക് എത്തുക. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവരുടെ ഡയറക്ഷനിലൂടെയാണ് നിങ്ങൾ പോവുക, നിങ്ങളുടെ ഡയറക്ഷനിലൂടെയല്ല. പക്ഷേ ഈ കാഴ്ച നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ഒന്ന് കാണിച്ചു നോക്കുക. അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ടാവും. അവരൊക്കെ ജില്ല വിട്ട് പോലും പോയിട്ടുണ്ടാവില്ല. അവർക്കൊക്കെ രസകരമായിട്ടുള്ള അനുഭവമാണ് വെർച്വൽ വെക്കേഷൻ. ഒന്ന് ആസ്വദിച്ച് നോക്കുക. ജസ്റ്റ് വെർച്വൽ വെക്കേഷൻ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ആ സൈറ്റിലേക്ക് കയറുക. യാത്ര ചെയ്യേണ്ടത് ഏത് മോഡലാണെന്ന് നോക്കുക. കാൽനടയായിട്ടെങ്കിൽ കാൽനടയായിട്ട്, അല്ലെങ്കിൽ കാറിലെങ്കിൽ കാറിൽ, അല്ലെങ്കിൽ വിമാനമെങ്കിൽ വിമാനം. അപ്പോൾ നിങ്ങൾക്ക് ആ മോഡിൽ എൻജോയ് ചെയ്യാൻ പറ്റും. എൻജോയ് ഇറ്റ്.